2019 ഇതുപോലെയുള്ള ഒരു ഡിസംബറിലാണ് കോവിഡ് എന്ന രോഗത്തെക്കുറിച്ച് നമ്മൾ ആദ്യമായി കേൾക്കുന്നത്. ചൈനയിൽ എവിടെയോ എന്ന് കരുതി ആശ്വസിച്ച നമ്മളിലേക്ക് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അവൻ കടന്നു വന്നു. ആദ്യം 1, പിന്നെ 2, അങ്ങനെ എണ്ണം കൂടിക്കൂടി പതിയെ നമ്മളെ ഭയത്തിലേക്ക് തള്ളിവിട്ടു. ടിവിയിൽ കോവിഡ് കേസ് കണ്ട് അപ്പോഴും നമ്മൾ കരുതി അത് അകലെയല്ലേ, നമ്മൾക്ക് അടുത്തെത്താൻ ഇനിയും ഒരുപാട് ദൂരമുണ്ടെന്ന്. പക്ഷേ അതിവേഗത്തിൽ നമ്മൾക്കിടയിലേക്ക് കോവിഡ് പടർന്ന് പന്തലിച്ചു. പെട്ടെന്നൊരു ദിവസം എല്ലാം സ്തംഭിപ്പിച്ചു. സർക്കാർ ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കേണ്ട അവസ്ഥയിലേക്ക് വന്നു. ആളുകൾ വീടുകളിൽ ഒറ്റപ്പെട്ടു. വൈകുന്നേരം ടിവിയിൽ വരുന്ന കോവിഡ് വാർത്തകൾ ജനങ്ങൾ കാത്തിരുന്നു. ലോക്ക്ഡൌൺ ലംഘിച്ച് പുറത്തുപോയവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. അവർക്കെതിരെ കേസെടുത്തു. കോവിഡ് ബാധിച്ചവരിൽ പലരും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാൻ സമ്മതിക്കാതെ ഓടിപ്പോകുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. അവരെ അധികൃതർ ഓടിച്ചിട്ട് പിടിച്ചതും എല്ലാം ഇന്നൊരു ചിരിയുള്ള ഓർമ്മകൾ മാത്രമാണ്. പക്ഷേ അന്നത്തെ മാനസിക സംഘർഷങ്ങൾ പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല. ഡിപ്രഷൻ വന്ന് ആത്മഹത്യ ചെയ്തവരുടെ എണ്ണം വളരെ കൂടുതലായിരുന്നു. ഇത്ര വിദ്യാഭ്യാസം നേടിയിട്ടും ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയാൽ അതിനെ എങ്ങനെ മറികടക്കാമെന്ന് നമ്മളിപ്പോഴും പഠിച്ചിട്ടില്ല. COVID-19 ലോകമെമ്പാടുമുള്ള ആരോഗ്യ, സാമൂഹിക, സാമ്പത്തിക മേഖലകളിൽ വലിയ സ്വാധീനം ചെലുത്തി. ലക്ഷക്കണക്കിന് ആളുകളുടെ മരണത്തിന് കാരണമായി. ആരോഗ്യ സംവിധാനങ്ങൾ കടുത്ത സമ്മർദ്ദത്തിലായി. പുതിയ ആരോഗ്യ പ്രശ്നങ്ങളായ ലോങ് കോവിഡ് പോലെയുള്ള അവസ്ഥകൾ ഉടലെടുത്തു. പല രാജ്യങ്ങളിലും സമ്പദ് വ്യവസ്ഥ തകർന്നു. തൊഴിലില്ലായ്മ വർദ്ധിച്ചു. വ്യാപാര വാണിജ്യ ബന്ധങ്ങൾ താറുമാറായി. സ്കൂളുകൾ അടച്ചിടേണ്ടി വന്നു. യാത്രകൾ നിയന്ത്രിക്കപ്പെട്ടു. ലോക്ക്ഡൌണുകൾ മൂലം ആളുകൾ വീടുകളിൽ ഒതുങ്ങി കഴിയേണ്ടി വന്നു. ഇത് മാനസികാരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിച്ചു. വർഷങ്ങൾ നീണ്ട പോരാട്ടത്തിലൂടെയും വാക്സിനേഷൻ പ്രക്രിയയിലൂടെയും രോഗത്തെ ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും വൈറസിന്റെ പുതിയ വകഭേദം ഇപ്പോഴും വെല്ലുവിളിയായി തുടരുന്നു. എന്താണ് കൊറോണ വൈറസ്? കൊറോണ വൈറസുകൾ സസ്തനികളിലും പക്ഷികളിലും രോഗമുണ്ടാക്കുന്ന ഒരു കൂട്ടം RNA വൈറസുകളാണ്. സാധാരണ ജലദോഷം മുതൽ ഗുരുതരമായ ശ്വാസകോശ രോഗങ്ങൾ വരെ ഇതിലൂടെ ഉണ്ടാകുന്നു. COVID-19 ലക്ഷണങ്ങൾ ഓരോ വ്യക്തിയിലും വ്യത്യാസപ്പെടും. ചിലർക്ക് ഒരു ലക്ഷണവും കാണിക്കാതെ രോഗം വന്നു പോകും. ചിലർക്ക് നേരിയ ലക്ഷണങ്ങൾ കാണിക്കും. എന്താണ് COVID-19 ലക്ഷണങ്ങൾ എന്ന് നോക്കാം. പനി, കടുത്ത ചുമ, ക്ഷീണം, തൊണ്ടവേദന, തലവേദന, ശ്വാസതടസ്സം, നെഞ്ചുവേദന, സംസാരിക്കാനോ ചലിക്കാനോ ഉള്ള ബുദ്ധിമുട്ട് എന്നിവയാണ് കൊറോണയിൽ കണ്ടുവരുന്ന ലക്ഷണങ്ങൾ. ഭക്ഷ്യവസ്തുക്കളുടെ രുചി അറിയാൻ സാധിക്കാത്തതാണ് മറ്റൊരു ലക്ഷണം. കൊറോണ വൈറസ് ഒരു വായുജന്യ രോഗമാണ്. പ്രധാനമായും രോഗബാധിതനായ ഒരാൾ സംസാരിക്കുകയോ തുമ്മുകയോ ചുമയ്ക്കുകയോ ചെയ്യുമ്പോൾ പുറത്തു വരുന്ന ഉമിനീർ കണങ്ങൾ വഴിയാണ് രോഗം പടരുന്നത്. ഇതിന്റെ പ്രതിരോധ മാർഗങ്ങൾ എന്താണ് എന്ന് നോക്കാം. ശുചിത്വമാണ് ഇതിലെ ഏറ്റവും വലിയ പ്രതിരോധം എന്ന് പറയുന്നത്. സോപ്പും വെള്ളവും ഉപയോഗിച്ച് 20 സെക്കൻഡെങ്കിലും കൈകൾ കഴുകേണ്ടതുണ്ട്. പൊതുസ്ഥലങ്ങളിലും മറ്റുള്ളവരുമായി അടുത്ത് ഇടപഴകുന്ന സാഹചര്യങ്ങളിലും മാസ്ക് ഉപയോഗിക്കാനും ശ്രമിക്കുക. മറ്റുള്ളവരിൽ നിന്ന് കുറഞ്ഞത് 1 മീറ്ററെങ്കിലും അകലം പാലിക്കുക. സർക്കാർ നിർദ്ദേശമനുസരിച്ച് COVID-19 വാക്സിനുകൾ എടുക്കുക. ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും തൂവാലയോ കൈമുട്ടോ ഉപയോഗിച്ച് വായും മൂക്കും മറയ്ക്കുക. പതിയെ കോവിഡ് സമൂഹത്തിന്റെ പേടി മാറ്റിയെങ്കിലും ഇന്നും പല വകഭേദമായി നിലകൊള്ളുന്നു. കണ്ടുപിടിച്ച വാക്സിൻ മറ്റു പല രോഗത്തിന് കാരണമാകുന്നതും ആശങ്ക തന്നെയാണ്. വീണ്ടും ഒരു മഹാമാരി കടന്നു വരാതിരിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.